തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം കൊടുത്തതിന് യോഗഗുരു ബാബ രാംദേവിനെയും ആചാര്യ ബാലകൃഷ്ണനെയും സുപ്രീം കോടതിയുടെ പിടി വീണു. സുപ്രീം കോടതി ജസ്റ്റിസ് ഹിമ കോഹ്ലി, അനാവുദ്ദീൻ അമാനുള്ള ഈ 2 ജഡ്ജസിൻ്റെ ബെഞ്ചിൽ ആണ് ഈ കേസ് വന്നത്. ആയുർവേദ ആൻഡ് യുനാനി ലൈസൻസിങ് അതോറിറ്റി ആണ് ഈ ആയുർവേദത്തിൻ്റെ ഈ പുതിയ പ്രോഡക്റ്റിന് ലൈസൻസ് കൊടുക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള ആയുർവേദ ആൻഡ് യുനാനി ലൈസൻസിങ് അതോറിറ്റി ഓഫ് ഇന്ത്യ 14ഓളം പരസ്യം ചെയ്ത ആയുർവേദ പ്രോഡക്റ്റ് ബാൻ ചെയ്തു. പ്രത്യേകിച്ച് അതിൽ 5 പ്രോഡക്റ്റാണ്. അത് ബാൻ ചെയ്ത് ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ള കണ്ടൻസിനെ വ്യത്യാസപ്പെടുത്തി പരസ്യം കൊടുത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ആ മരുന്ന് വിറ്റു എന്നാണ് വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഈ പരാതി എത്തി. നിരുപാധികം രാംദേവ് ആചാര്യ ബാലകൃഷ്ണനെ മാപ്പ് പറഞ്ഞു. സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല. കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള ഒരു ആയുർവേദ ഡിസ്ട്രിബ്യൂഷനാണ് പതഞ്ജലി ആയുർവേദ ലിമിറ്റഡ്. ഇന്ത്യ മുഴുവനും വിദേശത്തും ധാരാളം ഇതിൻ്റെ പ്രോഡക്റ്റ് കയറ്റി ഇറക്കി പോകുന്നു. പതഞ്ജലിയുടെ പശുവിൻ നെയ്യ്, അതിനും കുറ്റങ്ങൾ വന്നു. അതുപോലെ അവരുടെ മധുഗിരി, മറ്റത് ഐഗ്രിറ്റ്, തൈറോഗിറ്റ്, ലിപ്പോഡോം, ഇങ്ങനെ ചില 4-5 മരുന്നുകൾ അതിനകത്ത് യഥാർത്ഥത്തിൽ പരസ്യം കൊടുത്തിരിക്കുന്ന അനുസരിച്ചുള്ള കണ്ടൻസ് ഇല്ല എന്നും അത് തട്ടിപ്പാണെന്നും അങ്ങനെ പരസ്യം ചെയ്യാൻ പാടില്ല എന്നും അതാണ് ഡെറാഡൂണിലെ ആ ആയുർവേദ യുനാനി ലൈസൻസിങ് അതോറിറ്റി പിടിച്ച് ക്യാൻസൽ ചെയ്തു. സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി മുമ്പിൽ നിരുപാധികം ക്ഷമ യാചിച്ചു ബാബ രാംദേവ്, അതുപോലെ ബാലകൃഷ്ണൻ. ബാബ രാംദേവിനെ നമുക്കറിയാം, 2009 മുതലാണ് നമ്മൾ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ യോഗ പരിശീലനം ഇന്ത്യയിലെ എല്ലാ ചാനലുകളിലും, എല്ലാ ഭാഷാ ചാനലുകളിലും, നാഷണൽ ചാനലിലും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള പരസ്യങ്ങളും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അത് നമ്മുടെ രാജ്യത്ത് വലിയ മാർക്കറ്റുണ്ടായി. ആയുർവേദമാണ്, അതിൻ്റെ പ്രോഡക്റ്റാണ്, അത് വിൽക്കുന്നത്. എല്ലാവരും ടി വി കാണുന്ന രാംദേവാണ്. ബാബ രാംദേവിനെ എല്ലാവരും ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അഭ്യാസങ്ങളെല്ലാം നമുക്കറിയാം. അത് വളരെ അധികം ആൾക്കാർക്ക് പകർത്താനായിട്ടുള്ള ഇതാണ്. അത് പലരും അത് പരിശീലിക്കുന്നുമുണ്ട്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പരസ്യം മനുഷ്യന് ദ്രോഹം ചെയ്യുന്നതാണ് എന്നുകൊണ്ട് സുപ്രീം കോടതി വരെ കാര്യങ്ങൾ എത്തി. സുപ്രീം കോടതി കൃത്യമായിട്ട് 5 പ്രോഡക്റ്റ് ഉടനെ പിൻവലിക്കണം, അത് ബാൻ ചെയ്തു. അത് നിരുപാധികം മാപ്പപേക്ഷിച്ചത് ഞങ്ങളുടെ മുമ്പിൽ അപേക്ഷിച്ച കാര്യമില്ല. ഇന്ത്യയിലെ നാഷണലായിട്ടുള്ള എല്ലാ ഡെയിലികളിലും 1/2 പേജ് വരെ നിങ്ങൾ പരസ്യം കൊടുത്താണ് ഇത് വിറ്റത്. അതുകൊണ്ട് ആ പത്രങ്ങളിലും ആ ചാനലുകളിലും മാപ്പിരക്കണം. സമ്മതിച്ചു. തങ്ങളെ ശിക്ഷിക്കരുത്, തങ്ങൾക്ക് ദയോടുകൂടി ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരണം, ഞങ്ങൾ പരസ്യം കൊടുത്തോളാം. കോടതി സമ്മതിച്ചു, പരസ്യം കൊടുത്തു. ഇത്രയും 1/2 പേജ് പരസ്യം കൊടുക്കുന്ന ബാബ രാംദേവും അദ്ദേഹത്തിൻ്റെ ആചാര്യ ബാലകൃഷ്ണനെയും അവർ 2 കോളത്തിലെ ചെറിയ പരസ്യമാണ് കൊടുത്തത് ഇന്ത്യയിലെ പല പത്രങ്ങളിലും. അത് സുപ്രീം കോടതിയുടെ ഓർഡറിനെ അവമാനിക്കുന്ന രീതിയിലാണ് എന്ന് അതിൻ്റെ വാദിഭാഗം കോടതി വാദിച്ചു. സുപ്രീം കോടതി അത് കേട്ടു. നിങ്ങൾ ഏത് രീതിയിലുള്ള പരസ്യമാണ് കൊടുത്തത്, 1/2 പേജാണോ 1/4 പേജാണോ, അത്രയും വലിപ്പത്തിൽ മാപ്പപേക്ഷിച്ചുകൊണ്ട് കൊടുക്കണം എന്ന് സുപ്രീം കോടതി ഓർഡർ ഇട്ടു. അതനുസരിച്ച് ബാബ രാംദേവും ആചാര്യ ബാലകൃഷ്ണയും അതനുസരിച്ചുള്ള പരസ്യം കൊടുത്തു.
അവരെ തടവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കോടതിയെ അവമാനിക്കുന്ന രീതിയിൽ ഇതുപോലുള്ള പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ തടവ് അനുഭവിക്കേണ്ടി വരും എന്ന് കോടതി വാണിംഗ് കൊടുത്തു. കോടതിയിലെ ഹിമ കോഹ്ലിയും അമാനുള്ളയുടെയും ആ സുപ്രധാനമായ വിധി, ആ ജസ്റ്റിസ് രണ്ടുപേരെയും വിധി ആ ഇന്ത്യയിലെ